വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് മിച്ചം വരുന്ന ചോറില്ലേ, നമ്മൾ ചോറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും വരുന്ന ചോറ്, ആ ചോറ് തലേദിവസം എടുത്ത് വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് കളയുന്നതെന്ന് ഓർത്ത് ഞാനൊരു വട ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് എങ്ങനെയാണ് വട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 സവോളയും ഒരു കഷ്ണം ഇഞ്ചി 3 പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയുടെയും സവോളയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ റവയും അരിപ്പൊടിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം നമുക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ചോറില്ലേ, അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കണ്ട, ആ ചോറിൽ തന്നെ വെള്ളമയമുണ്ട്, അതിൽ അങ്ങ് അരഞ്ഞോളുവേ. അരച്ചെടുത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ആ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി പാനൊക്കെ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതവിടെ ഇരുന്ന് നല്ലതായിട്ടൊന്ന് തിളക്കട്ടെ എണ്ണ. ആ സമയം കൊണ്ട് നമുക്ക് ഈ അരച്ച് വെച്ച ചോറിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവോള ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. വച്ചതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അതവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ചെറുതായിട്ടൊന്ന് ഉരുട്ടി, നമ്മൾ വടയ്ക്കൊക്കെ ഒന്ന് പരത്തി എടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് പരത്തിയിട്ട് നമ്മുടെ ആ വിരൽ വെച്ചിട്ട് അതിൻ്റെ നടുക്കൊരു തുളയിട്ട് കൊടുക്കണേ. ഇതുപോലെ പരത്തിയിട്ട് നടുക്കൊരു തുളയിട്ട് കൊടുക്കുക. തുളയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ എണ്ണയൊക്കെ നല്ലതുപോലെ തിളച്ചിരിപ്പുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് പൊക്കിയിടരുത്. പൊക്കിയിട്ട് കഴിഞ്ഞാൽ എണ്ണ നമ്മുടെ മുഖത്തേക്ക് തെറിക്കും, അല്ലെങ്കിൽ കയ്യിലൊക്കെ തെറിക്കും. അതുകൊണ്ട് പതുക്കെ ഇട്ട് കൊടുക്കണേ, ഒന്ന് താഴ്ത്തി ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഓരോന്നങ്ങ് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും കൂടിപ്പോകല്ലേ. ഈ അരച്ച് വയ്ക്കുന്ന ആ ചോറിൽ വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ അതനുസരിച്ച് പൊടി ഐറ്റംസ് റവയോ അരിപ്പൊടിയോ ഇട്ടാൽ മതി. ഇത് മുഴുവനും നമുക്കിതുപോലൊന്ന് പരത്തിയെടുത്ത് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. അതവിടെ കിടന്നൊന്ന് മൂക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേനും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിടുക. 2 വശവും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കണം. നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള വടയാണ് ഇത്. ഉണ്ടോ, ഉഴുന്നില്ലാത്ത വട. ഇതുപോലെ ചോറൊക്കെ വീട്ടിൽ ബാക്കി വരുവാണെങ്കിൽ കളയരുത്. ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണേ, മറക്കരുതേ. നല്ല ടേസ്റ്റാണ്. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെ കടിക്കാനായിട്ട് നല്ലൊരു പലഹാരമാണ്. കണ്ടോ, ഇതുപോലെ ഞാനിതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.